ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡില് വിക്രമിനെ ലോക്കപ്പിലാക്കിയിരിക്കുക. പോലീസുകാരിങ്ങനെ നോക്കി നിൽക്കും. ഇത്തവണ അവൻ ശരിക്കും പെടുവോ? അങ്ങനെയല്ലേ സാർ അവനെ പൂട്ടിയേക്കുന്നത് എന്നിങ്ങനെ സംസാരിച്ചോട് നിൽക്കുമ്പോ അനിയൻകുട്ടനും ജോസഫും കൂടെ അങ്ങോട്ട് വരും. അവര് വന്നൊന്ന് സംസാരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ ആദ്യം ഇയാള് സമ്മതിക്കുന്നില്ല. പിന്നെ എന്തായാലും ഇനി നിങ്ങളുടെ കൂട്ടുകാരനെ കാണാൻ കഴിയില്ലല്ലോ, എന്തായാലും ഇപ്പൊ കണ്ട് സംസാരിക്കോ, 5 മിനിറ്റ് എന്ന് പറഞ്ഞ് വെറും 5 മിനിറ്റ് സംസാരിക്കാനായിട്ട് വിക്രമിന്റെ അടുത്തേക്ക് അയക്കും. അങ്ങനെ വിക്രമിന്റെ അടുത്ത് സംസാരിക്കുമ്പോ അവര് പറയും നല്ലോണം അവര് ഉപദ്രവിച്ചല്ലേ. വിക്രം പറയും അതിപ്പോഴത്തെ കണക്കല്ലല്ലോ. അപ്പൊ തോമസ് പറയും ഇത് അതുപോലെ അല്ലടാ, ഇത്തവണ ശരിക്കും തന്നെ കൊടുക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. വിക്രം പറയും നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്, ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. എടാ വിക്രം അതുപോലല്ല, കേസ് വേറെ. ഇന്ന് രാവിലെ ഒരു മെസ്സേജ് വന്നു, റൗഡി മാറി റേപ്പിസ്റ്റ് ആയോന്ന്. എടാ നീ എന്തിനാ അവളുടെ വീട്ടിലേക്ക് പോയത്? അതും ആ പാതിരാത്രിക്ക്. വിക്രം പറയും വേണമെന്ന് കരുതിയിട്ട് ആരെങ്കിലും പോവടാ, ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴി ആരോ പന്നിപ്പടക്കം മുന്നിലേക്ക് എറിഞ്ഞു പൊട്ടിച്ചു. വണ്ടി നിർത്തിയപ്പോഴേക്കും കുറച്ച് മദ്യം നിറച്ച ബലൂണ് ദേഹത്തേക്ക് ആരൊക്കെയോ ചേർന്നെറിഞ്ഞു. അതിലൊരുത്തനെ ഓടിയപ്പോ ഞാൻ അവനെ പിടിക്കാനായിട്ട് പോയതാണ്. അത് നേരെ രമ്യയുടെ വീട്ടിലേക്ക്. അയാളെയാണെന്ന് കരുതിയിട്ട് പോയി പിടിച്ചത് രമ്യനെ. അപ്പോഴേക്കും അവൾ എന്നെ തട്ടിമാറ്റി പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തിരുന്നു. കാര്യങ്ങൾ വിശദീകരിക്കാൻ നിന്നപ്പോഴേക്കും അവൾ പുറത്തേക്ക് ഓടി എല്ലാവരെയും വിളിച്ചു കൂട്ടി. പിന്നെ പോലീസ് വന്നു, അറസ്റ്റായി. അനിയൻകുട്ടൻ പറയും ഈ പറഞ്ഞതൊക്കെ ആരെങ്കിലും വിശ്വസിക്കടാ, പക്ഷെ ഇതാണ് സത്യം. ശ്രീനി സാറെ വക്കീലിനെ ഏർപ്പാടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാലം വലങ്കയായി നിന്നതല്ലേ, നിനക്കൊരു ആപത്ത് വരുമ്പോ കൂടെ നിൽക്കാതിരിക്കോ? വിക്രം പറയും ഇലക്ഷനൊക്കെ വന്നതാ, ഇതിപ്പോ ഒരു പ്രശ്നമാവുമല്ലോ, പുറത്തിറങ്ങിയാലും ഈ പേര് മാറില്ല, അതിനിപ്പോ എങ്ങനെ മാറ്റിയെടുക്കുന്ന എന്നിങ്ങനെ സംസാരിക്കുമ്പോഴേക്കും പോലീസുകാര് അവരോട് അവിടുന്ന് പോകാൻ പറയണേ. സമയം 5 മിനിറ്റ് കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞ് അവരവിടുന്ന് പറഞ്ഞയക്കും. അങ്ങനെ സങ്കടത്തോടു കൂടി വിക്രമിനോട് യാത്ര പറഞ്ഞ് അവരവിടുന്ന് ഇറങ്ങാം. പിന്നീട് കാണിക്കുന്നത് വേദനയാണ്. വേദ വിചാരിക്കും സാധാരണ രീതിയിൽ വിക്രം അങ്ങോട്ട് ചെന്ന് കയറാനുള്ള ഒരു സാധ്യതയില്ല. ഒന്നെങ്കിൽ വിക്രത്തെ രമ്യ വിളിച്ചകത്ത് കയറ്റണം. അങ്ങനെയാണെങ്കിൽ തിരിഞ്ഞു നിൽക്കുന്ന അവളുടെ മൊബൈലില് വിക്രമിന്റെ പടം പതിഞ്ഞത് എങ്ങനെയാ? ഇനി വിക്രം വന്ന് കയറിയപ്പോ അവള് മനഃപൂർവ്വം തിരിഞ്ഞു നിന്നതാവോ? അങ്ങനെ ആലോചിക്കുമ്പോഴായിരിക്കും അനിയൻകുട്ടൻ വിളിക്കുന്നത്. വേദ എന്താ വിക്രമിനെ ചെന്ന് കാണാത്തത് എന്ന് നോക്കുമ്പോ വേദ പറയും ഞാൻ ചെന്ന് കഴിഞ്ഞാൽ വിക്രം അതിന് വേറെ അർത്ഥത്തിലെടുക്കാം, എങ്കിലും ഒന്ന് ചെന്ന് കണ്ടാലേ അത് വിക്രത്തിന് നല്ല സമാധാനാവും. വിക്രം അങ്ങനെയൊന്നും ചെയ്യില്ല വേദ. വേദ പറയും അതെനിക്ക് അറിയാം അനിയൻകുട്ട, എനിക്ക് വേണ്ടത് വിക്രം എങ്ങനെ ആ അവസ്ഥയിൽ ചെന്ന് പെട്ടു എന്ന് കണ്ടെത്തലാണ്. അനിയൻകുട്ടൻ പറയും അത് കേസ് വരുമ്പോ തെളിയിച്ചാ പോരെ വേദ, ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനെ സമാധാനിപ്പിക്കാനെങ്കിലും. അത് വേണ്ട അനിയൻകുട്ട, ഇപ്പോ എന്നെ കണ്ടാൽ വിക്രമിന്റെ വിഷമം കൂടെയുള്ളൂ. കോടതിയിൽ സെന്റിമെന്റ്സിനൊരു വിലയുമില്ല. അവിടെ തെളിവുകളാ വേണ്ടത്, വിക്രത്തിനെതിരായുള്ള തെളിവുകളെ പ്രതിരോധിക്കാൻ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താനാവോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് ഞാൻ സാധിച്ചിരിക്കും എന്ന് പറഞ്ഞ കോള് കട്ട് ചെയ്യണേ. ശേഷം വേദ രമ്യയുടെ വീട്ടിലേക്ക് ചെല്ലാണ്. അപ്പുണ്ടാവും അവിടുത്തെ ആ ഹൗസ് ഓണർ വരുന്നേ. എന്താ വിക്രമിന് ഇങ്ങനെ ഒരു ദുർബുദ്ധി തോന്നാൻ കാരണം? പാർട്ടിക്ക് വേണ്ടി അടിപിടി ഉണ്ടാക്കുകയാണെങ്കിലും എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരുന്നു അവൻ. ഇങ്ങനൊരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. പുതിയ വീടെടുത്ത് വാടകയ്ക്ക് എടുക്കാൻ കൊടുത്തപ്പോ വിക്രമിന്റെ ചേട്ടനാ പറഞ്ഞത് ഒരു നല്ല പാർട്ടിയുണ്ട്, വന്നിട്ട് 1 മാസം തികയുന്നതിന് മുമ്പേ ആ കുട്ടി ഇവിടുന്ന് ഓടിച്ചു കളഞ്ഞല്ലോ. മോളെ ബ്രോക്കറിന് ക്യാഷ് കൊടുത്തത് പോയി കിട്ടിയെന്നല്ലാതെ എന്ത് മെച്ചമുള്ളത്? വേദവരം വിക്രത്തിന്റെ ഭാഗത്തുനിന്ന് തെറ്റൊന്നും ഉണ്ടായിട്ടില്ല ചേട്ടാ, അത് മോള് മാത്രം പറഞ്ഞാൽ മതിയോ? നാട്ടുകാരെല്ലാരും കണ്ടതല്ലേ. ആ സമയത്ത് ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കയറി പോകേണ്ട ആവശ്യം എന്താ? തന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചത് വിക്രമാണെന്ന് ആ പെൺകുട്ടിയും മൊഴി കൊടുത്തില്ലേ? എല്ലാ തെളിവുകളും വിക്രമിനെതിരാണെന്ന് അറിയാൻ ചേട്ടാ, പക്ഷേ താനൊന്നും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ ഒരു അവസരം കൊടുക്കണ്ടേ? പാടോറും കെട്ടിപ്പോയില്ലേ, ഇനി സഹിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യാണ്ട് എന്ത് ചെയ്യാനാ? അല്ല മോളെന്തിനിപ്പോ ഇങ്ങോട്ട് വന്നത്? രമ്യയെ കാണാൻ വേണ്ടി തന്നെയാ വന്നത്. അവൾ എപ്പോഴാണ് വീട് ഒഴിഞ്ഞത്? അപ്പൊ അയാൾ പറയും ഇന്നലെ രാത്രി തന്നെ ഇവിടുന്ന് പോയി. അപ്പൊ വേദയ്ക്കും വീട്ടു സാധനങ്ങൾ കുറച്ചുള്ളത് അവർ കൊണ്ടുപോയി, ബാക്കിയുള്ളത് എടുക്കാൻ ഏതോ ഫർണിച്ചർ കടക്കാർ വരുന്നു. അഡ്വാൻസ് തിരികെ നൽകിയോ? അപ്പൊ അയാൾ പറയും ഓൺലൈൻ വഴിയാണ് എനിക്ക് നൽകിയത്. 1 മാസത്തെ വാടക കഴിച്ച് ബാക്കിയെല്ലാം ആ അക്കൗണ്ടിലേക്ക് തന്നെ അയച്ചു കൊടുത്തു. എന്താ മോളെ കാര്യം? വേദ പറയും കുറച്ച് കാര്യങ്ങള് രമ്യയോട് സംസാരിക്കാനുണ്ടായിരുന്നു. എഗ്രിമെന്റ് എഴുതാൻ ആധാർ കാർഡോ അഡ്രസ്സോ എന്തെങ്കിലും തന്നിരുന്നോ? ഓഫീസ് അഡ്രസ്സാ തന്നത്, അത് മതിയെന്ന് ഞാനും പറഞ്ഞു. വേദ പറയും വാടകയ്ക്ക് വീട് എടുക്കുമ്പോ ആധാർ കാർഡും മറ്റു രേഖകളും വേണമെന്നില്ല. അതൊക്കെ ഉണ്ട്, പക്ഷെ വിനായകൻ പറഞ്ഞ ആളല്ല, അതുകൊണ്ട് ഞാനൊന്നും ചോദിച്ചില്ല. അങ്ങനെ വേദ അവിടുന്ന് സംസാരം മതിയാക്കി ശരി ചേട്ടാന്ന് പറഞ്ഞു പോകും. ശേഷം വീട്ടിലേക്ക് ചെല്ലുമ്പോ തന്നെ കാണുന്നത് വിനയനും നന്ദിനിയും കൂടെ പുറത്തേക്ക് എവിടേക്കോ പോവാൻ നിൽക്കണേ. അപ്പോഴേക്കും അല്ല ഇത് സംസാരിക്കുമ്പോ തന്നെ നന്ദിനി കോളത്താൻ വേണ്ടി വരും. വേദയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ നല്ല രീതിയിലല്ലേ സംസാരിച്ചത്, അതിനെന്തിനാ ഇങ്ങനെ ഒരു അർത്ഥം കണ്ടെത്തുന്നത്? വിനായൻ ചേട്ടന് 5 മിനിറ്റ് സമയമുണ്ടോ? ഒരു കാര്യം അറിയാൻ വേണ്ടിട്ടാ. അപ്പൊ നന്ദിനി പറയും ഞങ്ങൾക്ക് തിരക്കുണ്ട്, ന്യൂൺ ഷോയ്ക്ക് മുന്നേ അവിടെ എത്തണം. വേദ പറയും എനിക്ക് 5 മിനിറ്റ് മതി. വിനായകൻ ചോദിക്കും എന്താ വേദ? ചോദിക്കോ? രമ്യ വിനായകൻ ചേട്ടനെ എങ്ങനെയാ പരിചയം? വിനായകയ്ക്കും രമ്യ ഏത് രമ്യ? അപ്പൊ വേദ പറയും ഇവിടെ ഇത്രയും കുഴപ്പങ്ങളുണ്ടായിട്ടും രമ്യ വിനായൻ ചേട്ടൻ അറിയില്ലല്ലേ? ഓ രമ്യ അവളവിടെ കാണും. അപ്പൊ വേദ പറയും ഇല്ല പോയി. പോയെന്നോ? എങ്ങോട്ട്?
അതറിയില്ല, അതാ വീടുകാരനും അറിയില്ല. അതുകൊണ്ടാ വിനായകൻ ചേട്ടനോട് ചോദിക്കാന്ന് കരുതിയത്. അപ്പോഴേക്കും നന്ദിനി അതിനും കയറി പിടിക്കും. അവൾ എങ്ങോട്ടാ പോയതെന്ന് എന്റെ ഏട്ടനാണോ അറിയാ? വേദാറി നിങ്ങൾക്ക് ഈ വാ പൂട്ടി ഒന്ന് കുറച്ചു നേരം മിണ്ടാതിരിക്കാൻ പറ്റുമോ? നിങ്ങളോ വിനയേട്ടാ ഇവള് വിളിച്ചത് കേട്ടോ? അപ്പൊ വേദാറി നിങ്ങളെന്നുള്ളത് ബഹുമാനം കൊണ്ടുള്ള വിളി തന്നെയാണ്. മുതിർന്നവരെ നീന്നാണ് വിളിക്കാൻ പാടില്ലാത്ത. വിനായകൻ പറയും അത് ശരിയാ, എന്താ വേദയ്ക്ക് അറിയേണ്ടത്? എനിക്ക് രമ്യയുടെ കുറച്ച് ഡീറ്റെയിൽസ് അറിയണം. അത് കേൾക്കുമ്പോ തന്നെ വിനായകനൊന്ന് ഞെട്ടും. ആ വീട്ടുകാരനോട് ചോദിച്ചപ്പോ അഡ്രസ് അല്ല, ഓഫീസ് അഡ്രസ് വെച്ചാണ് ഡോക്യുമെന്റ് എഴുതിയതെന്ന് പറഞ്ഞു. നിങ്ങൾ ബ്രോക്കേഴ്സ് നിയമം പാലിക്കാതെയാണോ ഇതൊക്കെ ചെയ്യുന്നത്? താമസിക്കാൻ വരുന്നവരുടെ ഫോട്ടോയും ആധാർ കാർഡും അഡ്രസ്സിന്റെ കോപ്പിയും വാങ്ങിച്ച് സൂക്ഷിക്കണമെന്ന് ബ്രോക്കേഴ്സിന് അറിയില്ലേ? അപ്പോഴേക്കും വിനയം പറയും അത് ഞങ്ങളുടെ ജോലിയല്ല, അതൊക്കെ വേണമെങ്കിൽ ഉടമസ്ഥൻ നോക്കിക്കൊള്ളണം. വേദ പറയും ഉടമസ്ഥൻ പറഞ്ഞത് വിനായകൻ ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കിയതെന്ന്. ഈ പോലീസ് മുറിയിലാണല്ലോ ചോദ്യം ചെയ്യുന്നത് എന്ന് നന്ദിനി ചോദിക്കുമ്പോ വിനായകൻ മിണ്ടാതിരിക്കാൻ പറയും. അങ്ങനെ വേദ അവരോട് പറയണേ എന്റെ ഭർത്താവിനെതിരെ നടന്നിരിക്കുന്നത് ഒരു ഗൂഢാലോചനയാണ്. ഗൂഢാലോചനയോ? വേദ പറയും അതെ, എന്റെ ഭർത്താവ് ഒരു കെണിയിൽ ചെന്ന് വീണതാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. നന്ദിനിക്ക് നിന്റെ മനസ്സ് പറഞ്ഞുകൊണ്ട് ഒരു സത്യം നുണയായിട്ട് മാറും ഇല്ലല്ലോ? അപ്പൊ വിനായകൻ പറയും ഒന്നും മിണ്ടാതിരിക്കടി. നോക്ക് വേദ, ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സിന് ഒരു കൂട്ടായ്മയുണ്ട്. വീട് അന്വേഷിച്ചു വരുന്നവരിലെ ഓരോരുത്തരുടെ കെയർ ഓഫിലെ ഓരോ വീട് കാണിച്ചു കൊടുക്കും. കാര്യം നടന്നാലേ കിട്ടുന്ന കമ്മീഷൻ പങ്കിട്ടെടുക്കും. ഇത് അങ്ങനെ വന്നൊരു കേസാ. വേദ പറയും അപ്പൊ ആ കുട്ടിയെ നേരിട്ട് വിനായകൻ ചേട്ടന് പരിചയമില്ല അല്ലേ? വിനായകൻ പറയും ഇല്ല, വേദയ്ക്കും പരിചയപ്പെട്ടത് വേറെ ബ്രോക്കർ വഴിയാണല്ലേ? അതെ എക്സാക്ട്ലി. വേദ പറയും എങ്കിൽ ആ ബ്രോക്കറുടെ ഡീറ്റെയിൽസ് ഇതാ, നമ്പറോ അഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും കാണില്ലേ? വേദ പറയണ കേട്ടിട്ട് വിനായകൻ ഞെട്ടുന്നുണ്ട്. അത് അലമാരയില്ല. അപ്പോഴേക്കും നന്ദിനി പറയും ഞങ്ങൾക്ക് പോണം, ഒരു സ്ഥലത്തേക്ക് പോവാൻ നിൽക്കുമ്പോഴല്ല ഇങ്ങനെ. അപ്പൊ വേദ പറയും ശരി വന്നിട്ട് എടുത്തെന്നാ മതി, പക്ഷെ നമ്പർ എനിക്കൊന്ന് ഷെയർ ചെയ്യണം എന്ന് പറയുമ്പോ വിനായകൻ പറയും ശരി നമ്പർ ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാധയുടെ വീട്ടിലേക്ക് അയ്യപ്പേട്ടൻ കുടിച്ച് ലക്കുകെട്ട് വരികയാണ്. മാലിനി മാലിനിന്ന് വിളിച്ചുകൊണ്ട്. അങ്ങനെ മാലിനി വരുമ്പോ അതേപോലെ തന്നെ അകത്തുനിന്ന് രാധയും വരികയാണ്. അങ്ങനെ അയ്യപ്പൻ വന്നു കഴിഞ്ഞാല് വിക്രമിനെ അറസ്റ്റ് ചെയ്ത കാര്യം പറയണേ. അറസ്റ്റ് ചെയ്ത് എന്തിനാണെന്നും കൂടെ പറയുമ്പോ മാലിനി കിട്ടും. എന്നാ മാലിനി അതൊന്നും വിശ്വസിക്കുന്നില്ല. എങ്കിലും ആ കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന് പറഞ്ഞിടന്ന് പോകാൻ തുടങ്ങുമ്പോഴേക്കും രാധ അകത്തേക്ക് കയറി അലമാര തുറന്ന് കുറച്ച് പൈസ എടുത്തായിരുന്നു പോകാൻ തുടങ്ങാണ് വക്കീലിനെ ഏർപ്പാടാക്കാനായിട്ട്. മാലിനി അതായത് അമ്മ കരഞ്ഞു പറയുന്നുണ്ട് നീ ഈ പൈസ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ഇതിങ്ങനെ കൊണ്ടുപോയി കളയാൻ ഞാൻ സമ്മതിക്കില്ലെന്ന്. എന്നാ രാധ പറയും നമ്മൾ അവിടുന്ന് ഒരു കാലത്ത് അനുഭവിച്ചതിന്റെ പലിശ കൂട്ടിയാ പോലും ഇതാ ഇതിനേക്കാളും എത്രയോ ഇരട്ടി വരും. ആപത്ത് കാലത്ത് എച്ചി കണക്ക് പറയില്ലമ്മേ എന്ന് പറഞ്ഞ് ബാഗും എടുത്ത് പൈസയും കൊണ്ടുവന്ന് പോകുമ്പോ അമ്മ തടയുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ രാധ അവിടുന്ന് പോകും. അപ്പോഴേ അയ്യപ്പന് മനസ്സിലായത് ഇതിന്റെ അകത്ത് പണം വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് ശങ്കരനാരായണൻ എന്തോ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുമ്പോ പത്മം ചായ കൊണ്ടുവരികയാണ്. അപ്പൊ തന്നെ എന്തോ കാര്യം സാധിക്കാനുണ്ടെന്ന് അങ്ങേർക്ക് മനസ്സിലാക്കും. വേദയെ കുറിച്ചാണെന്ന് നോക്കുമ്പോ അല്ല വിക്രത്തെ കുറിച്ചാണെന്ന് പറയുമ്പോ അയാളുടെ ദേഷ്യം കൂടാണ്. എന്റെ മകനും അവന്റെ അമ്മയച്ചനും കൂടി അവളുടെ ഭർത്താവിനെ കൊല്ലാൻ നോക്കിയെന്നായിരുന്നു ആദ്യത്തെ ആരോപണം. പിന്നീട് അത് നടക്കാതെ വന്നപ്പോ ഇങ്ങനെ ചെയ്തതാണെന്ന്. ഇതൊക്കെ നീ വിശ്വസിക്കുന്നുണ്ടോ? ശ്രീകാന്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിനെ കുറിച്ച് മനസ്സിലായത്. അവൻ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആരെങ്കിലും കൊല്ലാൻ നോക്കിയിട്ടുണ്ടാവും. അത് ഇവരുടെ നേരെ തിരിച്ചുവിടുകയാണ് ഇവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു സഹായവും ചെയ്യില്ലെന്നുള്ള വാശിയിലാണ് ശങ്കരനാരായണൻ നിൽക്കുന്നത്. പിന്നെ നീ വന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി, അവനെ പുറത്തിറക്കാൻ അവളെ സഹായിക്കണം എന്ന് ആവശ്യപ്പെടാനല്ലേ. നമ്മളിത് ചെയ്യണ്ടേട്ടാ. അപ്പോ അയാൾ പറയും അറിഞ്ഞുകൊണ്ട് നീ നിന്റെ ഭർത്താവിനൊരു ചെളിക്കുണ്ടിലേക്ക് തള്ളിയിടാൻ നോക്കാണ്. ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മരുമകൻ എന്ന വാർത്ത ഇപ്പൊ വന്നിട്ടുള്ളൂ. സ്ത്രീ പീഡകനെ പുറത്തിറക്കാൻ ജില്ലാ ജഡ്ജും എന്ന വാർത്ത കൂടി നിനക്ക് വായിക്കണോ പത്മ? അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. അപ്പൊ അയാൾ പറയും എങ്കിൽ ഈ വക കാര്യങ്ങൾ പറഞ്ഞ എന്റെ അടുത്ത് വരാതിരിക്കുക. ഈ വിധി അവൾ മനഃപൂർവ്വം ചോദിച്ചു വാങ്ങിച്ചതാണ്, അവൾ അനുഭവിച്ചേ തീരൂ, നീ ചെല്ലേ എന്ന് പറഞ്ഞ് ആ ചായം കുടിച്ച് അവിടെ ഇരിക്കും. പിന്നീട് കാണിക്കുന്നത് രാധ ആ വക്കീലിനെ കാണാൻ വന്നിരിക്കുകയാണ്. വക്കീലുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. വക്കീല് പറയും സ്റ്റേഷനിൽ വെച്ച് തന്നെ നമുക്ക് ജാമ്യം എടുക്കാൻ ശ്രമിക്കാം. രാധ പറയും വിക്രമേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. വക്കീലേക്കും ഈ വിക്രം നിങ്ങളുടെ ആരാ? അത് പിന്നെ എനിക്ക് വിക്രമേട്ടനെ ഇഷ്ടമായിരുന്നു സർ. വക്കീൽ പറയോ അത് നിങ്ങൾ അറിയിക്കുന്നതിന് മുമ്പാണോ വിക്രമിന് വിവാഹം നടന്നത്? സാധാരണ ഇഷ്ടപ്പെട്ട ആളെ വേറെ വിവാഹം കഴിച്ച പിന്നെ ആജീവനാന്തകാലം ശത്രു ആവാറാ പതിവ്. നിങ്ങൾ നേരെ തിരിച്ചാണല്ലോ. രാധ പറയും ജീവൻ കൊടുത്ത് സ്നേഹിച്ചവരെ അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ സാർ. എന്തായാലും ഞാൻ കാര്യങ്ങള് ശ്രദ്ധിക്കാം, ഞാൻ രാധയെ വിളിക്കാം. അപ്പൊ രാധ പറയും ഇത് നടക്കണം. സാർ പറയും ഏത് കേസിലും ഒരു ലൂപ്പ് ഹോൾ കാണുമല്ലോ, നമുക്ക് നോക്കാം, ഞാൻ വിളിക്കാം എന്ന് പറയുമ്പോ രാധ ശരി എന്ന് പറഞ്ഞിടന്ന് പോവാണേ. പിന്നീട് കാണിക്കുന്നത് കമലം എവിടെയോ പോയി വരികയാണേ. ആള് നല്ല സങ്കടത്തിലാ. ഈ കാഴ്ച കണ്ട് നന്ദിനിയും വേദയും മാഷും
ദേഷ്യം വരും. മാഷ് എവിടെ പോയതാണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ആദ്യം സത്യം പറയാതെ മറ്റെന്തോ പരിപാടിക്ക് പോയതാണെന്ന് പറയും. പിന്നീടാണ് വിക്രമിനെ കാണാൻ പോയതാണെന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോ തന്നെ മാഷിന് ദേഷ്യം വരും. അമ്മ കരഞ്ഞുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ മകനല്ലേ, ഒരു അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാകും. പക്ഷെ ആ വേദനയോടെ നീ അവനെ കാണാൻ വേണ്ടി സ്റ്റേഷനിൽ കയറി ഇറങ്ങും നമ്മൾ വീണ്ടും വീണ്ടും അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അമ്മ പറയും പോവാതിരിക്കാനും കാണാതിരിക്കാനും എനിക്ക് കഴിയുന്നില്ല മാഷെ എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി പോകുമ്പോ മാഷിന്റെ നെഞ്ചിലേക്ക് തീ കോരിയിടണേ. നന്ദിനി ഇത് കേൾക്കുമ്പോ തന്നെ മാഷിന് മനസ്സിലാകും നീ എന്റെ നെഞ്ചത്തേക്ക് എണ്ണ ഒഴിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് മാഷ് അവിടുന്ന് പോവാണ് ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് വേദ അമ്മയുടെ അടുത്ത് പോയി അമ്മയെ സമാധാനിപ്പിക്കുകയാണ്. എങ്കിലും അമ്മ നല്ല ടെൻഷനിലാണ്. മോൾ ആരെയോ കാണാൻ പോയിട്ട് എന്തായി, അവന് വേഗം പുറത്തിറക്കാൻ പറ്റുമോ മോളെ? വേദ പറയും ഇതിന് പിന്നിൽ ആരാണെന്ന് അറിയാനാ ഞാൻ ശ്രമിക്കുന്നത്. വിക്രത്തെ ജാമ്യത്തിൽ ഇറക്കാന്നുള്ളതിനേക്കാളും പ്രധാനമാണ് അമ്മ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്താണെന്നുള്ളത്. എനിക്ക് സങ്കടാകും. അപ്പൊ ഇനി അവൻ അവരുടെ അടിയൊക്കെ കൊണ്ട് അവിടെ കഴിഞ്ഞോട്ടേന്നാണോ അവരെന്നെ വിക്രത്തെ കാണാൻ സമ്മതിച്ചില്ല മോളെ? അപ്പോ വേദ പറയും അവർക്ക് എപ്പോഴും വിക്രത്തെ അവിടെ പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ, കോടതിയിൽ ഹാജരാക്കിയല്ലേ പറ്റൂ. അവിടെ അവർക്ക് കുറ്റപത്രങ്ങൾ ഹാജരാക്കേണ്ടി വരില്ലേ? ഇതിൽ എന്തൊക്കെ നുണകളാ എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. അപ്പൊ അമ്മ കരഞ്ഞോണ്ട് പറയും മോൾക്ക് ആ ദർശൻ വക്കീലിൽ നിന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? വേദ പറയും ദർശൻ നാട്ടിലില്ല അമ്മേ. എങ്കിൽ നമുക്ക് ആ രമയെന്ന് പറയുന്ന പെൺകുട്ടിയോട് സംസാരിച്ച് നോക്കിയാലോ? കേസ് വേണ്ടെന്ന് അവള് പറഞ്ഞതല്ലേ? വേദ പറയും അതിനെ അവൾ ഇവിടെ ഇല്ല അമ്മേ. രാത്രിക്ക് രാത്രി തന്നെ അവള് വീടൊഴിഞ്ഞു പോയി. ഇവിടെയുള്ള ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ വയ്യാന്നേ. നമ്മൾ കണ്ടുപിടിച്ചാൽ തന്നെ അവളോട് കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞുവെന്നോ ഭീഷണിപ്പെടുത്തി പരാതി പിൻവലിക്കാൻ നിർബന്ധിച്ചതെന്നൊക്കെ കോടതിയിൽ പറഞ്ഞാലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും മോളെ? നമുക്ക് ആ ശ്രീകാര്യം ശ്രീനിവാസനോട് സഹായം ചോദിച്ചാലോ? വേദ അതിന് സമ്മതിക്കാതെ മദനായിട്ട് നല്ല ധൈര്യത്തിലിരിക്കാൻ വേണ്ടി പറഞ്ഞ് ആശ്വസിപ്പിക്കാം. പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിലെ സാബു സാറെ വിക്രത്തെ എങ്ങനെ കളിയാക്കി സംസാരിക്കുമ്പോ വിക്രം അങ്ങ് പൊട്ടിച്ചിരിക്കും. ശേഷം പറയും നീ എന്താ ഒന്നും കഴിക്കാത്തത്? ഇവിടെ സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചു പട്ടിണിക്കിട്ടു എന്നൊക്കെ കോടതിയിൽ പറയാനാണെങ്കിലേ നിനക്ക് ഭക്ഷണം തരുന്നതിന്റെയും നീ വേണ്ടെന്ന് പറയുന്നതിന്റെയും തെളിവുണ്ടടാ. വിക്രം ചോദിക്കും സാറിന് എന്തിനാ എന്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് പേടി? അപ്പൊ അവളേക്കും പേടിയോ നിന്നെയോ? നീ ഇന്ന് രാത്രിയും എന്റെ കൈയുടെ ചൂടറിയും. വിക്രം പൊട്ടിച്ചിരിച്ചിട്ട് പറയും അടച്ചിട്ട മുറിയിലല്ലേ സാറിന് പറ്റൂ. ഇതൊരു ലോകം ഉണ്ടല്ലോ അന്നത്തെ പോലെ നമ്മൾ വീണ്ടും കാണും. പോലീസ് പറയും ഇല്ലടാ ഇത്തവണ നമ്മൾ വീണ്ടും കാണാൻ പോകുന്നില്ല. ഇന്നെ ഇറക്കാതിരിക്കാൻ എന്തൊക്കെ വേണോ അതെല്ലാം ഞാൻ എഴുതി ചേർത്തിട്ടുണ്ട്. ദൃക്സാക്ഷികളടക്കം. വിക്രം പറയും കള്ള ദൃക്സാക്ഷികളല്ലേ സാറേ, നമുക്ക് കോടതിയിൽ നോക്കാന്നേ. പക്ഷെ ജാമ്യം കിട്ടി ഞാൻ പുറത്തിറങ്ങിയ സാറേ പൊന്ന് സാറേ സാറേ എന്ന് വിളിച്ചിങ്ങനെ കളിയാക്കി ചിരിക്കുമ്പോ അയാൾക്ക് ദേഷ്യം വരും. അയാളെ സെല്ല് സോർന്ന് അകത്ത് പോകാൻ നോക്കുമ്പോഴേക്കും ഒരു കോൺസ്റ്റബിൾ വന്ന് തടയാ. ലോക്കപ്പിലിട്ട് പുറത്ത് അടയാളം കാണാതെ ഇടിക്കുന്നത് പോലെയല്ല, ദേഷ്യം വന്ന് ഇടിക്കുമ്പോ അത് പുറത്ത് കാണും. പിന്നത് സാറിനെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് അവൻ മനഃപൂർവ്വം ചെയ്യുന്നത്. വിക്രം പൊട്ടിച്ചിരിക്കും. അപ്പൊ പോലീസ് പറയും കോടതിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാൻ നിന്റെ ശ്രീനി സാറ് വരുന്നാണോ നീ വിചാരിക്കുന്നത്? ഒരാൾ വരാൻ പോകുന്നില്ല. തല്ല് കേസാണെങ്കിലേ അങ്ങേര് വരേണ്ട സമയം കഴിഞ്ഞു. ഇത് കേസ് വേറെയാ എന്ന് പറഞ്ഞിടന്ന് പോകുമ്പോ വിക്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് രാധയുടെ വീട്ടിലെ അമ്മ അവർക്കൊന്നും ഭക്ഷണം കൊടുക്കാതെ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കും കരഞ്ഞുകൊണ്ട്. ഇങ്ങനെ ഓരോ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട്. കാരണം രാധ വിക്രമിന് വേണ്ടി ആ വക്കീലിനെ കാണാൻ പൈസ എടുത്തോണ്ട് പോയതൊന്നും ഇഷ്ടമായിട്ടില്ല. ആ പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടു കൂടി കരയണേ. എത്ര പറഞ്ഞിട്ടും നീ എന്താടി കേൾക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടത്തില് കരയുന്നുണ്ട്. എന്നാ നന്നായി ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും രാധയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ആ ശരി വക്കീലെ ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞ് കോള് കെട്ടിയും അച്ഛനോട് പറയും വക്കീല് പറയുന്നത് നാളെ സ്റ്റേഷനിൽ തന്നെ ജാമ്യം എടുക്കാന്ന്. ഇതും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇത്ര സമയം പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല അല്ലെ? നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഞാൻ കൊണ്ടുവച്ച പൈസ ഉണ്ട് അലമാരേന്ന്, അത് ലോൺ എടുത്തതാ, അത് നീ എടുക്കരുത്. നീ നിന്റെ ഓട്ടോ വിറ്റിട്ടോ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇറക്കിക്കോ എന്ന് കരഞ്ഞോണ്ട് പറഞ്ഞ് അമ്മ അവിടുന്ന് പോകും. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയാണ്. വേദ ഉറക്കമില്ലാതെ ഇങ്ങനെ റൂമിലൂടെ നടക്കുക. അനിയൻകുട്ടൻ പറഞ്ഞത് പ്രകാരമാണ് സംഭവിച്ചതെങ്കിൽ ആരോ മനഃപൂർവ്വം വിക്രത്തെ വഴിയിൽ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഉറപ്പാണ്. എന്നിട്ട് അയാൾ രമ്യയുടെ വീട്ടിലേക്ക് ഓടി കയറി. പിന്തുടർന്ന് ചെന്ന വിക്രം രമ്യയെ അയാളാണെന്ന് കരുതി പുറകിലൂടെ ഓടിച്ചെന്ന് വട്ടം പിടിച്ചു. രമ്യയുടെ നിലവിളി കേട്ട് അബദ്ധം മനസ്സിലായപ്പോഴേക്കും രമ്യ പുറത്തു കിടന്ന് വിക്രത്തെ പൂട്ടിയിട്ട് ആൾക്കാരെ വിളിച്ചുകൂട്ടി. ആ സമയത്ത് പോലീസുകാർ വന്നതും രമ്യ റീൽസ് എടുക്കായിരുന്നു എന്നും അതില് വിക്രത്തിന്റെ പടം വന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കും. ഏതാ വിചാരിക്കും റീൽസ് എടുക്കാന്ന് പറഞ്ഞതിൽ തെറ്റില്ല. ഒരാൾക്ക് അതാവാം. ഈ പ്രത്യേക സിറ്റുവേഷനിൽ അത് ചെയ്യുമ്പോ വീട്ടിലേക്ക് കയറി വരുന്ന ആളെ അതിൽ പകർത്തുക എന്നൊരു ഉദ്ദേശം കൂടെ ഉണ്ടാവില്ലേ? ഇങ്ങനെ ആലോചിച്ചതിന് ശേഷം വിനായകൻ ചേട്ടൻ പറഞ്ഞ ചില കാര്യം ആലോചിക്കും. ആ മണ്ടൻ എന്താ പുറകില് ഡോറിലൂടെ ഓടിക്കൂടായിരുന്നു. ആ
ശരിയാണല്ലോ. അപ്പൊ വിനായകൻ തന്നെ അതിന്റെ മറുപടിയും പറയും, വീട് ആ കുട്ടി പുറകുന്ന് പൂട്ടിയിട്ടുണ്ടാവും. അപ്പൊ വേദ പറയുന്നുണ്ട്, ചോദ്യ ഉത്തരവും വിനായകൻ ചേട്ടൻ തന്നെയാണല്ലോ പറയുന്നത്. അതും വേദ ഇങ്ങനെ ആലോചിക്കുക, ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും വേദനെ വിളിച്ചുകൊണ്ട് ശ്രീചേട്ടത്തി അങ്ങോട്ട് വരുന്നത്. ഉറങ്ങിയില്ലായിരുന്നല്ലേ? എനിക്ക് മനസ്സിലായി, അതാ വന്നത്. ഉറക്കം വരുന്നില്ല ശ്രീചേട്ടത്തി, ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഉത്തരം കിട്ടാത്തതായിട്ട്. വിക്രം അവിടേക്ക് മനഃപൂർവ്വം കയറി ചെന്നതല്ല ശ്രീചേട്ടത്തി, വിക്രത്തെ അങ്ങോട്ട് എത്തിക്കുകയായിരുന്നു അവിടെ ഉള്ളവരുടെ ലക്ഷ്യം. ഇന്ന് വിക്രത്തിന്റെ ഫ്രണ്ട് അനിയൻകുട്ടൻ വിളിച്ചിരുന്നു. വിക്രം അവരോട് പറഞ്ഞത് ആരൊക്കെയോ വിക്രത്തെ വഴിയിൽ വെച്ച് മദ്യം നിറച്ച ബലൂണ് കൊണ്ട് എറിഞ്ഞു എന്നാണ്. അതിനർത്ഥം എന്താണ് ശ്രീചേട്ടത്തി? മദ്യപിക്കാത്ത വിക്രമിന്റെ ശരീരത്തിൽ നിന്നും മദ്യത്തിന്റെ മണം വരണമെന്നല്ലേ? അതിനുശേഷം വിക്രമിന്റെ മുന്നിലൂടെ ഒരാൾ ഓടുക. പിന്നെ വിക്രത്തിന്റെ സ്വഭാവം നമുക്കറിയാലോ, കണ്ടപാടെ അങ്ങ് മുന്നിലൂടെ ഓടുക. അയാൾ ഓടിക്കയറി രമ്യയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. വിക്രം പിന്നാലെ ചെന്ന് അയാളാണെന്ന് കരുതി രമ്യയെ വട്ടമിട്ട് പിടിക്കുന്നു. അവ ശ്രീചേട്ടത്തി പറയും, അങ്ങനെയാണെങ്കിൽ വിക്രം എന്തിനാ അകത്തേക്ക് ഓടി കയറിയത്? രമ്യയുടെ വീടിനകത്തേക്കാണ് കയറിയതെങ്കിൽ പുറത്തുനിന്ന് വിളിച്ചാൽ പോരായിരുന്നു. വേദ പറയും, രണ്ടാമതൊന്ന് ആലോചിച്ച് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നെങ്കിൽ വിക്രം ഇങ്ങനെയുള്ള അപകടങ്ങളിൽ ചെന്ന് പെടുമായിരുന്നു ഏട്ടത്തി. അല്ല വേദ, അങ്ങനെ കയറി ചെന്നാൽ തന്നെ വിക്രം ആ കുട്ടിയെ കാണേണ്ടതല്ലേ? ഈ സമയത്ത് വേദ വേറെ ചില കാര്യങ്ങൾ ആലോചിക്കാണ്. അതായത് പോലീസുകാർ ചോദിക്കുന്നുണ്ടല്ലോ രമ്യയുടെ പുറകുന്നല്ലേ വന്ന് പിടിച്ചതെന്ന്. അപ്പോഴും രമ്യ പറയും, അതെ, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല, കാരണം പെട്ടെന്ന് കറണ്ട് പോയി. ഇത് വേദ ഇങ്ങനെ ആലോചിക്കും. വന്നവൻ ഓഫ് ചെയ്താണോ ചോദിക്കുമ്പോ രമ്യ പറയുന്നുണ്ട് അതറിയില്ലെന്ന്. അങ്ങനെയാണ് ഫോൺ നോക്കുന്നത്. അങ്ങനെ വേദ പറയും, ഏട്ടത്തി വിക്രം കയറി ചെല്ലുമ്പോ രമ്യ കാണണം. പക്ഷെ രമ്യ പറയുന്നത് കറണ്ട് പെട്ടെന്ന് പോയി എന്നാണ്. എന്നാൽ ആ സമയത്ത് ഇവിടെ കറണ്ട് പോയിട്ടുമില്ല. അപ്പൊ ഒന്നെങ്കിൽ വിക്രം ഓഫ് ചെയ്യണം. തന്നെ ആക്രമിച്ച ആളുടെ പിന്നാലെ പോകുമ്പോ വിക്രം എന്തായാലും അതിന് ശ്രമിക്കില്ല. അപ്പോ പിന്നെ വിക്രം അകത്ത് കയറിയതിന്റെ ഉടൻ തന്നെ ആരോ അത് ചെയ്യണം. ശ്രീചേർത്തി പറയും, അത് ശരിയാ. വേദ പറയും, അപ്പൊ ഇത് ഒന്നിലധികം ആൾക്കാര് ചേർന്ന് നടത്തിയ ഒരു ട്രാപ്പ് ആണെന്നല്ലേ ഇതിനർത്ഥം? മാത്രമല്ല അന്ന് രാത്രി വിനായകൻ ചേട്ടൻ ചോദിച്ച ഒരു ചോദ്യം, വിക്രത്തിന് പുറകിലൂടെ ഓടി പോകാമായിരുന്നില്ലേന്ന്. വിനായകൻ ചേട്ടൻ തന്നെ അതിന് ഉത്തരവും പറഞ്ഞു, അത് പൂട്ടിയിരിക്കുകയാണെങ്കിലോന്ന്. അകത്താളുള്ളപ്പോ ആ വാതിലെ പുറകുന്ന് പൂട്ടാനുള്ള ചാൻസ് വളരെ കുറവാ. ആ അതെ. അപ്പൊ വേദ പറയും, തന്നെ ഒരാളെ പുറകിലൂടെ ആക്രമിക്കാൻ വന്നു എന്ന് മനസ്സിലാക്കുമ്പോ അയാളെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടിയ രമ്യ പുറംവാതില് കുറ്റിയിടുന്നത് മനസ്സിലാക്കും. പിന്നെ അവൾ തന്നെ ഓടിച്ചെന്ന് പുറകിലെ വാതിൽ കുറ്റിയിടുവോ? ശ്രീചേർത്തി പറയും, ആളെ രക്ഷപ്പെടാതിരിക്കാൻ വേണമെങ്കിൽ ചെയ്യാം. വേദ പറയും, എങ്കിൽ പോലീസിനോട് രമ്യ അത് പറയില്ലായിരുന്നോ? തന്നെ ആക്രമിക്കാൻ വന്ന ആളെ താൻ ആക്രമിക്കാൻ വന്നവനെ പിടിച്ചത് എങ്ങനെയാണെന്ന് രമ്യ ഒരിക്കലും പറയാണ്ടിരിക്കില്ല. ശ്രീചേർത്തി പറയും, വിക്രമിനെ അങ്ങോട്ട് എത്തിച്ച ആള് തന്നെയാണ് അതും ചെയ്തതെങ്കിലോ? വേദ പറയും, യെസ്, അതാ ഞാനും പറഞ്ഞു വന്നത്. വിക്രം അകത്തേക്ക് കയറിയ ഉടൻ തന്നെ ലൈറ്റ് പോകുന്നു. ബാക്കിലും അത് ലോക്കാവുന്നു. അക്രമിയാണെന്നുള്ള തക്കത്തിലെ രമ്യ വിക്രം തെറ്റിദ്ധരിക്കാൻ പാകത്തിന് ഫോണുമായി നിൽക്കുന്നു. ഇപ്പൊ എല്ലാം കൃത്യല്ലേ? ശ്രീചേർത്തി പറയും, അപ്പോ രമ്യ കൂടി അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോ രമ്യയും കൂടിയാണ് ഇത് പ്ലാൻ ചെയ്തതെന്ന് ഇപ്പോൾ വേദയ്ക്ക് മനസ്സിലാകണേ. എന്തായാലും വിക്രമിനെ രക്ഷിക്കാനായിട്ട് വേദ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. ഇതിന്റെ നെക്സ്റ്റ് പ്രൊമോയിലുള്ളത് വേദ തന്നെ, വേദയാണോ അറിയില്ല, എന്തായാലും വിക്രം പുറത്തിറങ്ങുന്നുണ്ട്. ആ ഗുണ്ടകളെ എല്ലാവരെയും അടിച്ചു പഞ്ഞിക്കിടുന്നുണ്ട്. വേദയാണെങ്കിൽ വിക്രമിനെ ആരാ ചതിച്ചതെന്ന് അന്വേഷിക്കുന്നതിന്റെ പിന്നാലെയാണ് രമ്യനെയും കണ്ടെത്തുന്നൊക്കെ ഉണ്ട്. അപ്പോ ഈ ഭാഗത്തെ കുറിച്ച് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്താം. താങ്ക്